തങ്കു ബ്രദർ ഹൈദരാബാദിൽ ശുശ്രൂഷിക്കുന്നു. ജൂലൈ 24 വെള്ളി, SPG തമിഴ് കത്തീഡ്രൽ ചർച്ച്, ആൽഫ ഹോട്ടലിന് സമീപം. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ. അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേട്ട സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ച് കേൾപ്പിച്ചു. അത് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഊർജം തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളാണ് എന്നുള്ളത് മറന്നു പോകരുത്. കർത്താവിൻ്റെ വചനം അത് എത്ര പവർഫുള്ളാണെന്ന് മനസ്സിലായല്ലോ. ആ വചനം അയക്കപ്പെടുമ്പോൾ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല എന്ന് ദൈവം തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വചനം നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കണം. ഇത് എനിക്ക് വേണ്ടി അയക്കപ്പെട്ട, എനിക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ട വചനം എന്നുള്ള അതേ മനോഭാവത്തിൽ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടാൽ നിങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമാകും. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, രോഗികൾ സൗഖ്യമാകും, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടും. ആത്മഹത്യയ്ക്ക് തയ്യാറായിട്ട് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിത്തരും. ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് യേശു തൻ്റെ വചനത്തെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കോടി കോടി യുഗങ്ങളായി രക്തത്തിൽ ഫലമായി വാഴുവേ സ്വർഗ്ഗത്തിൽ, കോടി കോടി യുഗങ്ങളായി. ഒട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി, ഒട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും, ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. തീരുമേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗവേഗം. ഹല്ലേലൂയ. അങ്ങ് തീരുമേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗ്ഗവേഗം. ഹല്ലേലൂയ. വചനത്തിന്റെ പ്രത്യേകത, അത് വ്യാപിക്കും, അത് മഹത്വപ്പെടും. എബ്രായ ലേഖനം 4:12 ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയാണ്. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് നിന്റെ കൈ തന്നിരിക്കുന്നത്. ആമേൻ. നമ്മുടെ കൈ തന്നിരിക്കുന്നത് എങ്ങനെയുള്ളതാണ്? മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതും, വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവവചനമാ നമ്മുടെ കൈ തന്നിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ ആത്മീയ ആയുധങ്ങൾ തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഒന്നെടുത്താട്ട് എഫേസ്യർ 6:17 വാക്യം വായിച്ച്. എഫേസ്യർ 6:17 രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഒരു പവർഫുൾ വെപ്പണാണ് നമ്മുടെ കൈ തന്ന വചനം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ഇവിടെയുള്ള ഏതെങ്കിലും മതത്തോടോ സഭയോടോ രാഷ്ട്രീയത്തോ നമുക്ക് പോരാട്ടമില്ല. ഒരു മനുഷ്യനോടോ അയൽവക്കക്കാരനോടോ ഒരു വിശ്വാസിക്ക്, ഒരു യഥാർത്ഥ ദൈവ പൈതലിന് എന്തില്ല? പോരാട്ടമില്ല. അതിൻ്റെ ഈ ലോകത്ത് പലരെയും കുഴപ്പത്തിലാക്കുന്ന, രോഗത്തിലാക്കുന്ന, ബന്ധനത്തിലാക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. മനുഷ്യരിൽ ദുഷ്ടപ്രേരണയിടുന്ന ഒരു ദുഷ്ടലോകമുണ്ട്. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. ആ ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന വാള് എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു.
ലോകരാജ്യങ്ങളുടെ കയ്യിൽ ആറ്റോമിക ബോംബുകളുണ്ട്, വലിയ മിസൈലുകളുണ്ട്, ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, ആത്മമണ്ഡലത്തിലെ ദുഷ്ടശക്തികളെ വെട്ടി ഓടിക്കുന്ന ആ വാള് ദൈവജനത്തിൻ്റെ കയ്യിൽ മാത്രമേ തന്നിട്ടുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവവചനം പ്രഖ്യാപിക്കുന്ന, ആ ദൈവവചനം പ്രസംഗിക്കുന്ന, ആ ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ദൈവമക്കളെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ ഉറക്കെ പറയട്ടെ, ആ വാക്കതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. പ്രവാചകൻ പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നതായിട്ട് പറയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞു വിടുന്ന വചനം എന്ത് ചെയ്യുന്നതാണ്? വചനം ക്രിയ ചെയ്യുന്ന. ഉറക്കെ പറഞ്ഞ വചനം, വേർഡും വർക്കും ഒന്നിച്ച്, 2W, വേർഡ് വിൽ വർക്ക്. കൈ കൊടുത്ത് പറഞ്ഞു, നിന്റെ വാക്ക് ക്രിയ ചെയ്യും. നിന്നിലും ക്രിയ ചെയ്യും, കേൾവിക്കാരിലും ക്രിയ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വചനം പ്രസംഗിക്കുന്ന തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, ഇന്ന നിലയിൽ നല്ല മനസ്സോടെ ശുശ്രൂഷിച്ചാൽ നീ നിന്നെയും രക്ഷിക്കും, നിന്റെ വചനം കേൾക്കുന്നവരെയും രക്ഷിക്കും. യുവർ വേർഡ് വിൽ വർക്ക് ഇൻ യു and in the people who are the hearers either. നിന്നിലും ക്രിയ ചെയ്യും. പിന്നെ ആർക്കോ വേണ്ടി വചനം പറയരുത്, അതേ വചനം നിന്നിലും ക്രിയ ചെയ്യും. അതാണ് ഇരുവായ്ത്തലയുള്ള, അത് അങ്ങോട്ടും വെട്ടും ഇങ്ങോട്ടും. ഞാൻ പറയുന്ന വചനം, ആ കർത്താവ് കൊടുത്ത അപ്പം വിളമ്പിയ ആ ശുശ്രൂഷക്കാർ, അവർ ജനത്തിൻ്റെയും വിശപ്പ് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഓരോ കൊട്ട കയ്യിൽ കിട്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ഈ പത്രോസും യോഹന്നാനും അവർ ദേവാലയത്തിലേക്ക് പോവുകയാണ്, അഭിഷേകത്തിൽ പോവുകയാണ്, വചനത്താൽ നിറഞ്ഞാ പോകുന്നത്. അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഇല്ലായ്മയുടെ വാക്കുകളല്ല, അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഞങ്ങൾക്കെന്തോ ഉണ്ടെന്ന്, ഞങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ നാമത്തിൽ നടക്ക. അവൻ എന്ത് ചെയ്തു? കുതിച്ചെഴുന്നേറ്റു, നടന്നും തുള്ളിയും പാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, ഇവർ സൗഖ്യമാക്കി എന്നുള്ളതൊരു കുറ്റമായി തീർന്നു. അതാണ് എൻ്റെ പ്രശ്നം. എവിടെ വചനം പ്രഖ്യാപിച്ചോ വചനത്തെ എതിർക്കുന്നൊരു ദുഷ്ടശക്തിയുണ്ട്. നമ്മുടെ സഭ ഇന്ന് ഇവിടെ ആരാധിക്കുമ്പോൾ നമുക്കതിൻ്റെ കാരണം അറിയാം. നമ്മുടെ സ്വന്തം സ്ഥലം അവിടെ കിടക്കുമ്പോൾ നമ്മളൊരു ദോഷവും ആർക്കും ചെയ്തിട്ടല്ല. ഇത്രയും വർഷങ്ങളായി അതാരും മനുഷ്യരല്ല എതിർത്തിരിക്കുന്ന, അവർക്ക് പിടികിട്ടുന്നില്ല. ഇതിന് എതിർപ്പുണ്ടാക്കിയവർക്ക് പോലും പിടികിട്ടുന്നില്ല. ദൈവവചനത്തോട് എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ആർക്കും തടയാൻ ഒക്കത്തില്ല. ദൈവവചനം ശുശ്രൂഷിച്ചതിന് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് ചങ്ങലയിൽ കിടക്കുമ്പോൾ, ആ ചങ്ങലയിൽ കിടന്നുകൊണ്ട് തൻ്റെ കയ്യിൽ മഷിയും തൂവലും എടുത്ത് താൻ ഇങ്ങനെയാണ് ചർമ്മലിഖിതങ്ങളിൽ പാപ്പറസ് തണ്ടിൽ താൻ എഴുതുകയാണ്, ദൈവവചനത്തിനോ ബന്ധനമില്ല. പറഞ്ഞവനെ ബന്ധിക്കാം, പക്ഷെ ഈ വാക്ക് ബന്ധിക്കപ്പെടത്തില്ല. അങ്ങനെ ഈ വ്യക്തിയെ സൗഖ്യമാക്കിയതും അതിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങളും നിമിത്തം എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനെയും അവർ അറസ്റ്റ് ചെയ്തു, മത കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. അതാണല്ലോ മുമ്പേ ഞാൻ പറഞ്ഞത്. അവിടെ ഹാജരായി നിൽക്കുമ്പോൾ സ്തോത്രം, ഒടുവിൽ അവരോട് പറയണം, ഈ നാമത്തിൽ ഇനി അശേഷം മിണ്ടിപ്പോരും. ഇവർ പറഞ്ഞത് ഏത് നാമ? യേശുവിൻ്റെ. അത്ഭുതം ചെയ്തു. ഈ നാമം ഇനി എന്ത് ചെയ്തു പോരുത്? മിണ്ടിപ്പോരുത്. അവരല്ല വാസ്തവത്തിൽ അതിൻ്റെ പുറകിൽ യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ പതറുന്ന, ഭയപ്പെടുന്ന ഒരു ദുഷ്ടലോകമുണ്ട്, ഒരു ആത്മമണ്ഡലമുണ്ട്, പൈശാചിക ലോകമുണ്ട്. അത് അവൻ്റെ മേൽ ഇൻഫ്ലുവൻസ് നടത്തി എങ്ങനെങ്കിലും ദൈവമക്കൾ ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുവാൻ. വേറെ ഈ ലോകത്തിൽ എന്തെല്ലാം കുഴപ്പം നടന്നാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഏറ്റവും വലിയ ദോഷക്കാരായി വചന ശുശ്രൂഷകരെ ചിത്രീകരിക്കും. പക്ഷേ അവരിതൊന്നും കണ്ട് പതറിയില്ല. അതാ ഇന്നത്തെ സന്ദേശം. അതാണ് ഇന്നത്തെ സന്ദേശം. പതറണ്ട. കൈകൊടുത്ത് പറഞ്ഞ്, ഇതൊന്നും കണ്ട് പതറണ്ട. നിന്നെ അവമാനിച്ചു കാണും. നീ സാക്ഷ്യം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് നടക്കുകയല്ലേ എന്ന് പറഞ്ഞു കാണും. പക്ഷെ വചനത്തിന് അതിൽ തന്നെ ഒരു ക്രിയയുണ്ട്. ഇപ്പം അപമാനിച്ചു കാണും, പക്ഷെ അത് മാനിക്കപ്പെടും. അതും മാനിക്കപ്പെടും. പറഞ്ഞ നീയും മാനിക്കപ്പെടും. അത് വ്യാപിക്കും, നീയും വിശാലമാവും. അതാണ് ഇന്നത്തെ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. അവരോട് പറഞ്ഞ അശേഷം മിണ്ടിപ്പോരുത്. അപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് തിരിച്ച്. നിങ്ങളൊന്ന് പറഞ്ഞേ, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ ഞങ്ങൾ അനുസരിക്കാൻ പറ്റുമോ?
മാത്രമല്ല ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതുമായ കാര്യം ഞങ്ങൾക്ക് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എതിർക്കാനോ ആർക്കെങ്കിലും എതിരായിട്ടോ അല്ല ഇത് ചെയ്യുന്നത്. ഞങ്ങൾ കണ്ടതാ അവൻ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ കണ്ടതാ ആ നാമം പറഞ്ഞപ്പോൾ മുടന്തൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾ കണ്ടതാ ക്രിമിനലുകൾ രൂപാന്തരപ്പെട്ടു. ഞങ്ങൾ കണ്ടതാ മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ഞങ്ങൾ കണ്ടതാ തകർന്ന കുടുംബങ്ങൾ വിടുതലായി. ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതാ ആത്മഹത്യക്ക് ഒരുങ്ങി നിന്നവർ ഇനി ജീവിക്കാൻ തീരുമാനമെടുത്തു. പോലീസിനും നിയമത്തിനും തലവേദനയായിരുന്നു നമ്മൾ മാറി. ഞങ്ങൾക്കിത് മിണ്ടാതിരിക്കാനാവുമോ? അവർ തിരിച്ചു കൂട്ടാളികളുടെ അടുക്ക വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, നിന്റെ വചനം പറയാൻ ബന്ധനങ്ങൾ കൊണ്ടുവരികയാണല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കുന്ന ഇങ്ങനെ അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ദൈവവചനം വീണ്ടും പ്രസ്താവിച്ചു. ദൈവവചനം പറഞ്ഞവനെ ഒതുക്കാൻ നോക്കിയെങ്കിൽ തുടർന്ന് അടുത്ത അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ ഇവർ പറഞ്ഞ വചനം എല്ലാവരെയും ഒതുക്കി. പുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടി ആലോചിച്ചാണ് ഇവരെ എന്ത് ചെയ്തത്? ബന്ധിക്കാൻ നോക്കിയത്. പക്ഷെ ഇവർ ബന്ധിക്കപ്പെട്ടില്ല. കൈയെടുത്ത് പറഞ്ഞ ദൈവവചനത്തിനോ ബന്ധനമില്ല. ഇനി നാവും കൂടെ പിടിച്ചു വെച്ച തല കൊണ്ട് എഴുതി കാണിക്കൂ യേശു. തല കൊണ്ട് എഴുതി കാണിക്കൂ യേശു. അവൻ ജീവിക്കുന്നു, അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ ക്രൈസ്തവരുടെ ദേവനല്ല, അവൻ മാനവജാതിയുടെ രക്ഷകന്, അവൻ നിനക്കാശയാണ്. ആ നാമം വിളിച്ച ആരും നശിച്ചു പോകത്തില്ല. എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വചനം വ്യാപിക്കും, ഈ വചനം മഹത്വപ്പെടും, ഈ വചനം അധീനപ്പെടുത്തും. പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞവരെ പിടിച്ചു കെട്ടും. പുരോഹിതന്മാരെല്ലാം കൂടെ, യഹൂദ ശാസ്ത്രിമാരെല്ലാം കൂടെ പിടിച്ചു കെട്ടാൻ നോക്കിയത്. എന്നാൽ ഇവർ മിണ്ടാതിരുന്നില്ല. ആത്മാവിൽ നിറഞ്ഞ് പിന്നെയും ഇവർ സാക്ഷ്യം പറഞ്ഞു. എന്തുവാ സംഭവിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. ദൈവവചനം പരന്നു. ദൈവവചനം പരന്നു. ഹലോ, ഉറക്കെ പറ, ഒന്ന് പറഞ്ഞേ. ദൈവവചനം മേല മിണ്ടിപ്പോരുന്നാ പറഞ്ഞ. പക്ഷെ എന്ത് ചെയ്തു? ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ആദ്യം പറഞ്ഞേ പരന്നു, പെരുകി. അടുത്ത വാക്യം. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം. വിശ്വാസിയവരെന്ന് ഇതൊന്ന് ഏറ്റു പറഞ്ഞേ. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇതിനാണ് വചനത്തിന്റെ അധീശ ശക്തി. വചനം വ്യാപിക്കും, വചനം മഹത്വപ്പെടും, വചനം അധീനപ്പെടുത്തും. പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞവനും ഇതിന്റെ സ്നേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കിപ്പോവും. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ വചനത്തെ എന്ത് ശക്തിയുണ്ട്? അധീശപ്പെടുത്തൽ ശക്തി ഉണ്ടെന്ന് ഉറക്കെ പറഞ്ഞേ. നമ്മളതിന് ശക്തിയൊന്നും പകരണ്ട. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യത്തിന് മേമ്പടി ഒന്നും ചേർക്കണ്ട, മസാലക്കൂട്ടൊന്നും ഇടണ്ട. അതിൽ തന്നെ പവറുണ്ട്. യേശു എന്നെ വിടുവിച്ചു എന്ന ഒറ്റ വാക്ക് നീ പറയുമ്പോൾ അതിൽ തന്നെ പവറുണ്ട്. അത് വ്യാപിക്കും, അത് മഹത്വപ്പെടും, അത് അധീനപ്പെടുത്തും. വിളിച്ചു പറഞ്ഞാട്ടെ, വ്യാപിക്കും. ഇന്നെ കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ആലോചന പറയട്ടെ. ഈ വചനം നിമിത്തം നീ എവിടെങ്കിലും ഇടുങ്ങിയെന്ന് തോന്നുന്നോ? ഇടുങ്ങത്തില്ല. ഈ സുവിശേഷം നിമിത്തം നിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടോ? ചിലയിടത്തു നിന്നെല്ലാം നിന്നെ ഒഴിവാക്കിയോ? ചിലർ നിന്നെ വിളിക്കുന്നില്ലേ? ചിലയിടത്തു നിന്നെല്ലാം നിന്നെ മാറ്റി നിർത്തിയോ? എന്നാൽ വചനം പരക്കും, ഒതുങ്ങത്തില്ലെന്ന് മാത്രമല്ല, പുളിമാവ് പരന്ന പോലെ അത് പരക്കും. ദൈവവചനം വേഗത്തിൽ വ്യാപിക്കും. വ്യാപിക്കും. ഞാനും നിങ്ങളും വചനത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പറയുന്ന വചനം നമ്മൾ എല്ലായിടത്തും നോക്കിയോ, എവിടെയൊക്കെ വചനം പറഞ്ഞിട്ടുണ്ടോ, ആദ്യം പറഞ്ഞവരെയും വചനത്തെ ഒതുക്കുന്ന പോലെ തോന്നും. ഒതുങ്ങത്തില്ല.
ഒതുങ്ങത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, കേരളത്തിൽ വചനം ഒതുങ്ങത്തില്ല, ഇന്ത്യയിൽ ഇത് ഒതുങ്ങത്തില്ല. കർത്താവായ യേശു പറഞ്ഞു, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റം വരെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ലോകത്തിൽ ഒരു വ്യക്തിക്കും വചനത്തെ പിടിച്ചു കെട്ടാനൊക്കത്തില്ല. വചനം നിമിത്തം, ആത്മീയത്തിൽ വന്നത് നിമിത്തം, കർത്താവിന് വേണ്ടി നിന്നത് നിമിത്തം നീ എവിടെങ്കിലും ഒതുങ്ങിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒതുങ്ങത്തില്ല. ചിലയിടത്തൊക്കെ ഒതുങ്ങി കൊടുക്കേണ്ടി വന്നല്ലേ, ചിലയിടത്തൊക്കെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നല്ലേ. പക്ഷെ കർത്താവ് പറയുന്നു, എവിടൊക്കെ നീ ഒതുങ്ങിയെന്ന് നിനക്ക് തോന്നുന്നു, ഒന്നുകൂടെ നിന്നെ വിശാലപ്പെടുത്തും. അത് ഈ വചനത്തിന്റെ സ്വഭാവമാ, അത് വചനത്തിന്റെ സ്വഭാവമാ, ഈസ്റ്റിന്റെ സ്വഭാവമാ. എന്ത് ചെയ്യുന്നേ? അത് മാവിനകത്തിട്ടാൽ മുഴുവനെ അത് സ്വാധീനിക്കും. അതതിൻ്റെ സ്വഭാവമാ, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ, ഇത് സ്വീകരിച്ച ഓരോരുത്തരോടും ഞാൻ പറയാം, ഈ കർത്താവ് നിമിത്തം എവിടെയെങ്കിലും നിനക്ക് ഭാരം വന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പറയാം, ഒരിടത്ത് ഒതുങ്ങത്തില്ല. 2, അത് മഹത്വപ്പെടും. ഇംഗ്ലീഷ് എഴുതിക്കുന്ന വിൽ ബി ഓണേഡ് എന്ന. സുവിശേഷ നിമിത്തം ഇന്ന് നിന്റെ സൽപ്പേര് ചിലൊക്കെ യോഗത്തിന് വരുമ്പം വേണ്ടാത്ത എന്തോ തോന്നിയവാസത്തിന് പോവാന്ന് വരെ നിന്നെ നിന്ദിച്ചവരുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനം, കർത്താവിൻ്റെ വായിന്ന് പുറപ്പെട്ട ഈ വചനം, ഇത് കയ്യിലെടുത്തുകയും നാവിലെടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ മക്കളോട്, എന്നെ ടി വിയിലൂടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം, ഇത് കളിപ്പീര, ഇത് കള്ളത്തരമാ എന്ന് നിന്റെ വചനത്തെ അവമാനിച്ചു, നിന്നെ അവമാനിച്ചു. എന്നാൽ വചനം പറയുന്നു, നിന്റെ വചനവും മാനിക്കപ്പെടും, നീയും മാനിക്കപ്പെടും. നിന്റെ വചനവും മാനിക്കപ്പെടും, നീയും മാനിക്കപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം അടിച്ച് വായി തുറന്ന് അല്പസമയം കർത്താവിനെ ആരാധിച്ച് ഇന്ന് പകൽ ഒന്നുകൂടെ കർത്താവ് ആത്മാവിൽ നിറയ്ക്കുക. വായ അടച്ചു വെക്കരുത്, വീണ്ടും കർത്താവ് നിന്നെ നിറയ്ക്കുക. എത്ര മനോഹരമായ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നമ്മൾ അതിലും മനോഹരമായ ഒരു സാക്ഷ്യം കാണാൻ പോവുക. കർത്താവ് ചെയ്യുന്ന അത്ഭുതം, കർത്താവിൻ്റെ വചനം അയക്കപ്പെടുമ്പോൾ അത് ക്രിയ ചെയ്യുമെന്നുള്ളത് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചതിൻ്റെ അത്ഭുത സാക്ഷ്യം നമുക്ക് കാണാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. ഈ സാക്ഷ്യം കാണുമ്പോൾ അത് നിങ്ങൾക്കും അനുഗ്രഹമാകും. കാരണം ഇതേ സാക്ഷ്യം അല്ലെങ്കിൽ ഇതുപോലെ ഒരു സാക്ഷ്യം എനിക്കും ലഭിക്കും എന്നുള്ള പ്രാർത്ഥനയോടെ ഉറപ്പോടെ വേണം ഇത് കാണുവാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേട്ടത് ദൈവമക്കളുടെ വായിൽ നിന്ന് യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്യത്ഭുതമാണ് നടക്കുന്നത്. ഇവരെന്നെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചു, ഈ ബ്രദർ നിന്ന് കരയുന്ന കണ്ടോ, അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് മകൻ നിൽക്കുന്നത്. ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെ തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വന്നതാ. നിങ്ങളാരോ പ്രയർ ടവറിൽ പ്രാർത്ഥിച്ചതാണ് ഈ അത്ഭുതം. നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് നാട്ടുകാരവമാനിച്ചാലും മാനിക്കപ്പെടും. എന്തായിരുന്നു ഈ ബ്രദറിൻ്റെ കാര്യം? 1 വർഷത്തോളം എൻ്റെ ഭർത്താവിന് വയറ്റിൽ വേദനയും അസ്വസ്ഥതയും ഒക്കെ ആയിട്ട് പാലായിലെ ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പം പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഒരു മുഴയുള്ളതായിട്ട് കണ്ടു. ഉടനെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. എന്തായിരുന്നു അന്നത്തെ അസ്വസ്ഥത? വയറ്റിൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം വേദനയായിരുന്നു, ഇങ്ങനെ ഈ ഭാഗത്തായിരുന്നു വേദന. അപ്പം ഈ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴ, പാൻക്രിയാസ് നിലവിൽ മുഴയാണുള്ളത്. മെഡിക്കൽ കോളേജിലെ ശശികുമാർ സാറിനെ കണ്ടു. അപ്പം ഡോക്ടർ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. ആ സ്കാൻ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് മുഴയുള്ളതായിട്ട് കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞത് ചെറുതാണ്, ഇനി നമുക്ക് 6 മാസം കഴിയുമ്പോൾ ഇത് വളർച്ചയുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തെ ഇത് വിട്ടു. 6 മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു, വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ മുഴയ്ക്ക് വളർച്ചയുള്ളതായിട്ട് കണ്ടു. ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയണം, എന്നാലേ അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ചീത്തയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ആകെ വിഷമമായി. 5-6 മണിക്കൂർ നേരം എടുക്കുന്ന ഓപ്പറേഷനാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതെല്ലാം കൂടെ 6 മണിക്കൂർ എടുക്കുന്ന മേജർ ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമം, സാമ്പത്തികമായിട്ടും ഇല്ല, ആശുപത്രി ഓപ്പറേഷൻ ആകുമ്പോൾ നിൽക്കാനും ഒന്നും ആരും. വീടെന്നാ പറഞ്ഞേ? പാലായില്ല. അപ്പം ആകെപ്പാടെ വിഷമമായി. അപ്പോഴാണ് ഞാൻ തോമസുകുട്ടി ബ്രദറിനെ ഈ പ്രാർത്ഥനാലയം എല്ലാം അങ്ങോട്ട് മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാനപ്പം ജൂൺ 1-ാം തീയതി തോമസുകുട്ടി ബ്രദറിനെ രാവിലെ ഒരു 9:45 വിളിച്ചപ്പോൾ ഈ കഴിഞ്ഞ മാസം അപ്പം ബ്രദർ പറഞ്ഞു ഞാനൊരു യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു, അത് കാരണം ടവറിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ നമ്പർ തന്നു. ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് ബ്രദർ പറഞ്ഞു. അപ്പം അതും പ്രകാരം ബ്രദർ പ്രാർത്ഥനയിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് പറഞ്ഞു ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ മുഴ സൗഖ്യമായിരിക്കുന്നു, അതിന് നന്ദി പറഞ്ഞ് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഈ പ്രയർ ടവറിലെ സഹോദരിയാണോ? സഹോദരൻ പറഞ്ഞു. ജൂൺ 1-ാം തീയതി ഇത് പറയുന്നത്. ജൂൺ 6-ാം തീയതി വീണ്ടും ഞങ്ങൾ CT സ്കാൻ എടുത്തു. ഡോക്ടർ പറഞ്ഞിട്ടാണ്, മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ശശികുമാർ സാർ പറഞ്ഞിട്ടാണ് CT സ്കാൻ വീണ്ടും എടുത്തിട്ട് ജൂൺ 10-നാണ് ഡോക്ടറുടെ OP. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇതിനു വേണ്ടി വല്ലതും ചെയ്തു ഇത് മാറാനായിട്ട്. വയറ്റിൽ ഈ മുഴ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിന് വേണ്ടല്ലോ ഗുളികെല്ലാം കഴിച്ചാലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചില്ല, ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നു പറഞ്ഞു എന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എങ്കിൽ അതായിരിക്കാം അസുഖം, പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള മുഴ പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ 2 സ്കാൻ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാതെ ഞാൻ തോമാച്ചനെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അത്ഭുതകരമായ സാക്ഷ്യം നൽകി അനുഗ്രഹിച്ച യേശുനാഥന് കോടാനുകൂടി നന്ദി. അതിനായി പ്രാർത്ഥിച്ച തോമസുകുട്ടി ബ്രദറിനും പ്രയർ സെല്ലിലെ ആൾക്കാർക്കെല്ലാം നന്ദി പറയുന്നു. പ്രയർ ടവറിൽ ഇരിക്കുന്നവരിത് കാണണേ, ഇരിക്കാനുള്ളവരും കാണണേ. വചനം വേഗത്തിൽ വ്യാപിച്ച് മഹത്വപ്പെടും. ഇതാ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ പാൻക്രിയാസിലെ മുഴ അപ്രത്യക്ഷമായെങ്കിൽ അതുകൂടാതെ ഇന്ന് അനവധി മുഴകൾ അപ്രത്യക്ഷമാകാൻ പോവുക. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരാൻ പോവുക. അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് ശ്വാസകോശങ്ങൾ മാറി പുതിയത് സൃഷ്ടിക്കപ്പെടാൻ പോവുക. ഇന്ന് ശ്വാസകോശ ക്യാൻസറുമായിട്ട് പ്രയാസത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, പ്രിയ സഹോദരി, നിങ്ങളുടെ കേടുവന്ന ശ്വാസകോശം മാറി പുതിയ ഒരു ശ്വാസകോശം അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുക. ഒട്ടും ഭാരപ്പെടേണ്ട. ഡോക്ടർമാർ ചിലപ്പോൾ പറഞ്ഞ വാക്കുകൾ അവർ കണ്ടതാണ് അവർ പറഞ്ഞത്, പക്ഷേ അത് കേട്ട് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടിയത് യേശു പറയാൻ പോവുക, അത് നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോവുക. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ശ്വാസകോശ ക്യാൻസർ ബാധിച്ച സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കേടുവന്ന ശ്വാസകോശം അത് വിട്ടുമാറി അതിൻ്റെ സ്ഥാനത്ത് പുതിയതൊന്ന് സൃഷ്ടിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേടുവന്ന അവയവങ്ങൾ മാറി പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യൂട്രസിനകത്തും യൂട്രസിന് പുറത്തുമൊക്കെ മുഴകളായിട്ട് ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. തൈറോയിഡ് മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ഉദരത്തിൽ മുഴകളായിട്ട് കക്ഷത്തിൽ മുഴയായിട്ട് ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. തലച്ചോറിലെ ട്യൂമർ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഷുഗർ ലെവൽ ഇപ്പോൾ തന്നെ നോർമലാകട്ടെ. ഡയബറ്റീസിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറത്താക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അത്ഭുത സൗഖ്യം ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാം എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒട്ടും ഭാരപ്പെടേണ്ട. ആ വിസയുടെ വിഷയത്തിന്മേൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയല്ലേ, അത് ലഭിച്ചു കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ അറിയിപ്പ് ഉടനെ തന്നെ വരും.
ആ വിസ നിങ്ങൾക്ക് കിട്ടും. ആ നല്ല ജോലി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജോലിയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കളെ കാണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾ അത് കർത്താവ് തന്ന മക്കളാണ്, കർത്താവിൻ്റെ മക്കളാണ്. അവരുടെ വിവാഹം ദൈവിക പദ്ധതി തന്നെയാണ്. ആ വിവാഹം ഉടനെ നടക്കാൻ പോവുക. നിങ്ങൾ വിശ്വസിച്ചോ, യേശു അവിടെ അത്ഭുതം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് സൗഖ്യം തിരിച്ചറിഞ്ഞവർ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചറിയിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ വിളിച്ചു പറയുവാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും ഇതേ ചാനലിൽ കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ. വിളിക്കുക 9473566682. ഞങ്ങൾക്ക് 10 വർഷത്തോളം കുട്ടികളില്ലാതിരിക്കുമായിരുന്നു. ചികിത്സിക്കാനായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബി സെൻറ്റർ വരെ പോയി. വ്യാഴാഴ്ച രാവിലെ സൂര്യ TV പ്രോഗ്രാം കണ്ടു. തോമസ് ബ്രദർ പറഞ്ഞു അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം എൻ്റെ ബ്ലീഡിങ് നിന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അവിടുന്ന് കോട്ടയത്ത് വന്നു. ഞങ്ങളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ 2 അപ്രത്യക്ഷമായിരുന്നു. യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ. വിളിക്കുക 9473566682. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ 2015 ജൂലൈ 24 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ഗുരുദേവ ഓഡിറ്റോറിയം, ഇളംപള്ളൂർ ക്ഷേത്രത്തിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച കൊല്ലത്ത് 2015 ജൂലൈ 25 ശനി രാവിലെ 10-ന്. കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് സമീപം, ചിന്നക്കട. सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे